ഈ രാജ്യത്തെ നയിക്കുന്ന കാര്യത്തിൽ രാഹുൽ ഗാന്ധി അമ്പേ പരാജയപ്പെട്ടു എന്ന് രാഹുൽ ഗാന്ധിക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ പോലും ഈ രാജ്യത്ത് ഒരുമാതിരിപ്പെട്ട എല്ലാ ആളുകൾക്കും ബോധ്യമായി കഴിഞ്ഞു. രാഹുൽ ഗാന്ധി വളരെ കാലമായിട്ട് പ്രിയങ്ക ഗാന്ധിയെ രാഷ്ട്രീയത്തിൽ നിന്ന്, സജീവ രാഷ്ട്രീയത്തിൽ നിന്ന്, പാർലമെന്റിൽ നിന്നൊക്കെ അകറ്റി നിർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പരിധിവരെ അദ്ദേഹം വിജയിക്കും. പക്ഷേ വയനാട് സീറ്റ് രാജിവെച്ചപ്പോഴാണ് പ്രിയങ്കയ്ക്ക് ഒരു ഓപ്പണിംഗ് കിട്ടിയത്. ഉമ്മൻചാണ്ടി മരിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശിയായിട്ട് ചാണ്ടി ഉമ്മൻ വരണം എന്നുള്ളതായിരുന്നു പൊതുവേ ഉണ്ടായിരുന്ന അഭിപ്രായം. പിന്നെ പുള്ളിയാണെങ്കിൽ കല്യാണം കഴിച്ചിട്ടില്ല, പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു കുടുംബ ബിസിനസ്സായിട്ട് അല്ലെങ്കിൽ കുലത്തൊഴിലായിട്ട് സ്വീകരിക്കാവുന്ന ഒരു കാര്യമുണ്ട്. പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ, ചെങ്ങന്നൂർ അച്ചു ഉമ്മൻ, ഇനിയിപ്പോൾ ആറന്മുളയിൽ മറിയ ഉമ്മൻ കൂടി മത്സരിച്ചാൽ കുടുംബയോഗം പൂർത്തിയായി. ഈ കുടുംബ രാഷ്ട്രീയത്തെ ഏറ്റവും ശക്തമായിട്ട് എതിർത്ത ഒരാളാണ് ഉമ്മൻചാണ്ടി. കരുണാകരൻ മകനെ കൊടുത്തപ്പോൾ ഇയാളെ കിങ്ങിണിക്കുട്ടൻ എന്ന് വിളിച്ച് പരിഹസിച്ചത് ഈ കോൺഗ്രസിലെ എ ഗ്രൂപ്പുകാരായിരുന്നു. ഉമ്മൻചാണ്ടി അടക്കമുള്ള ആദർശശാലികളാണ്. ഇപ്പോഴത്തെ സ്ഥിതി ഒന്ന് ആലോചിച്ചു. ഇന്ത്യ രാജ്യത്ത് കുടുംബ ബന്ധങ്ങൾക്ക് ഊഷ്മളതയും ദൃഢതയും കൂടുതലാണ്. അതുകൊണ്ട് പല ഗുണങ്ങളുമുണ്ട്, അതുപോലെ തന്നെ ചില കുഴപ്പങ്ങളുമുണ്ട്. കുഴപ്പമെന്ന് ചോദിച്ചാൽ കുടുംബത്തിനകത്തുള്ള അന്തഃഛിദ്രം പൊതുജീവിതത്തിലേക്ക് കൂടി ബാധിക്കും. അത് ചിലപ്പോൾ നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിൽ തന്നെ അപസ്വരങ്ങൾ ഉയർത്താൻ ഇടവരുത്തുകയും അലങ്കോലപ്പെടുത്താൻ സാധ്യത ഉണ്ടാക്കും. ഇപ്പം നെഹ്റു ഗാന്ധി കുടുംബത്തിൻ്റെ കാര്യം തന്നെ നോക്കിയാൽ ഇന്ദിരാഗാന്ധി ജീവിച്ചിരുന്ന കാലത്ത് അവരുടെ രണ്ടാമത്തെ മകൻ സഞ്ജയ് ഗാന്ധി ആയിരിക്കും രാഷ്ട്രീയത്തിൽ അവരുടെ അനന്തരാവകാശിയായിട്ട് വരിക എന്നാണ് വിചാരിച്ചത്. സഞ്ജയ് ഗാന്ധി വിമാനം തകർന്ന് മരിച്ചപ്പോൾ ഇന്ദിരാഗാന്ധി മാനസികമായിട്ട് വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി. അവർ മകൻ്റെ ഭാര്യ മേനകാ ഗാന്ധി രാഷ്ട്രീയത്തിൽ വരാൻ താല്പര്യം പ്രകടിപ്പിച്ചെങ്കിലും ഈ എട്ടും പൂട്ടും തിരിയാത്ത മേനക രാഷ്ട്രീയത്തിൽ വന്നാൽ തീരെ ശരിയാവുകയില്ല എന്ന് തോന്നിയിട്ടോ എന്തോ മൂത്ത മകൻ രാജീവ് ഗാന്ധിയെ കൊണ്ടുവരാനാണ് താല്പര്യപ്പെട്ടത്. രാജീവ് ഗാന്ധിക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ദിരാഗാന്ധി വളരെ നിർബന്ധിച്ച് അദ്ദേഹത്തെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നു. മേനകാ ഗാന്ധിയാണെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്താക്കി. ഇത് ഇപ്പോൾ പലർക്കും ഓർമ്മയില്ലാത്ത അല്ലെങ്കിൽ മറന്നുപോയ ഒരു സംഭവമാണ്. ഇപ്പോൾ അതിൻ്റെ ഒരു പുനരാവർത്തനം ഡൽഹിയിൽ ഈ 1-ാം നമ്പർ കുടുംബത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദേശീയ മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നു. മലയാള പത്രങ്ങൾ ഈ കാര്യം ക്യാരി ചെയ്യാനായിട്ട് മടിച്ച് നിൽക്കുകയായിരുന്നു. ഇന്നലത്തെ മലയാള മനോരമയിൽ അതിൻ്റെ എഡിറ്റോറിയൽ പേജിൽ ശ്രീ ജോമി തോമസ് എഴുതിയ ഒരു ന്യായീകരണ ലേഖനമുണ്ട്. അത് മിക്കവരും വായിച്ചിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ മനോരമയുടെ എഡിറ്റോറിയൽ പേജൊന്നും ഇപ്പോൾ ആരും വായിക്കാറില്ല. അതിൻ്റെ എഡിറ്റോറിയൽ വായിക്കുന്ന അത്യപൂർവം ആളുകളിൽ ഒരാളാണ് ഞാൻ. എഡിറ്റോറിയൽ പേരിൽ വരുന്ന ലേഖനങ്ങളിൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. മിക്കവാറും എല്ലാം തന്നെ അസംബന്ധമായിരിക്കും, അന്തസ്സാരവിഹീനമായിരിക്കും. എങ്കിൽ പോലും അത് വായിച്ചാൽ മാത്രമേ നമുക്ക് പുതിയ ഇൻപുട്സ് കിട്ടുകയുള്ളൂ. അപ്പോൾ ജോമി തോമസ് പറയുന്നതനുസരിച്ചാണെങ്കിൽ ജോമി തോമസ് പരമാവധി നേർപ്പിച്ച് നല്ലപോലെ ഷുഗർ കോട്ടിങ് നടത്തിയിട്ടാണ് വിഷയം അവതരിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ അകത്തുള്ള കയ്പ് ഗുളിക എന്താണെന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും തമ്മിൽ വലിയ മൂപ്പിളമ തർക്കം നടക്കുകയാണ്. ഈ രാജ്യത്തെ നയിക്കുന്ന കാര്യത്തിൽ രാഹുൽ ഗാന്ധി അമ്പേ പരാജയപ്പെട്ടു എന്ന് രാഹുൽ ഗാന്ധിക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള കെ.സി. വേണുഗോപാലോ സുർജേവാലയോ സമ്മതിക്കുകയില്ല എങ്കിൽ പോലും ഈ രാജ്യത്ത് ഒരുമാതിരിപ്പെട്ട എല്ലാ ആളുകൾക്കും ബോധ്യമായി കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ വോട്ട് ചോരി ആരോപണമൊക്കെ കോഴി കോട്ടുമായി ഇട്ട പോലെ അവസാനിച്ചു. നമ്മൾ കണ്ടതാണ്. അത് ഇലക്ഷൻ കമ്മീഷനെതിരായിട്ട് വാളെടുക്കുന്നു, തെരഞ്ഞെടുപ്പ് യന്ത്രത്തിനെതിരെ വാളെടുക്കുന്നു. എല്ലാ വാളും ഇപ്പോൾ തുരുമ്പ് പിടിച്ച അവസ്ഥയിലായി. അങ്ങനെ അദ്ദേഹം സാമാന്യം ബ്ലീച്ചടിച്ച് നിൽക്കുകയാണ്. കേരളത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക് ഇതൊരു പക്ഷേ മനസ്സിലാവില്ല. ദേശീയ മാധ്യമങ്ങളിലൊക്കെ നേരത്തെ വാർത്ത വന്നു, കോൺഗ്രസ് പാർട്ടി പിളരാൻ പോകുന്നു എന്ന രീതിയിൽ. ഇപ്പോൾ അത് മനോരമ തന്നെയും സാമാന്യം പഞ്ചസാര പുരട്ടിയിട്ടാണെങ്കിലും അത് സാധൂകരിച്ചിരിക്കുന്നു, അത് ശരിവച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പ്രിയങ്ക ഗാന്ധി കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിൽ വരണം എന്ന ശക്തമായ അഭിപ്രായം നെഹ്റു ഗാന്ധി കുടുംബത്തിനകത്തും കോൺഗ്രസ് പാർട്ടിക്കകത്തും ശക്തമായിരിക്കും. ജോമി തോമസ് പറയുന്ന ഒരു കാര്യമുണ്ട്. കാര്യം അധികാര വികേന്ദ്രീകരണം എന്നൊക്കെ പറയുമെങ്കിലും കുടുംബത്തിന് പുറത്തുനിന്ന് ഒരു പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുത്തു എന്നിരിക്കലും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് സോണിയാഗാന്ധിയും മകൻ രാഹുൽ ഗാന്ധിയും മകൾ പ്രിയങ്ക ഗാന്ധിയുമാണ്. രാഹുൽ ഗാന്ധി വളരെ കാലമായിട്ട് പ്രിയങ്ക ഗാന്ധിയെ രാഷ്ട്രീയത്തിൽ നിന്ന്, സജീവ രാഷ്ട്രീയത്തിൽ നിന്ന്, പാർലമെൻറ്റിൽ നിന്നൊക്കെ അകറ്റി നിർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പരിധിവരെ അദ്ദേഹം വിജയിക്കും. പക്ഷേ വയനാട് സീറ്റ് രാജിവെച്ചപ്പോഴാണ് പ്രിയങ്കയ്ക്ക് ഒരു ഓപ്പണിംഗ് കിട്ടിയത്. മാത്രമല്ല അവരിപ്പോൾ AICCയുടെ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളും കൂടിയാണ്. വെറും ഒരു ജനറൽ സെക്രട്ടറി അല്ല പ്രിയങ്ക ഗാന്ധി, നമുക്കറിയാമല്ലോ. അപ്പോൾ അങ്ങനെ അവിടെ വലിയ മൂപ്പിളമ തർക്കം നടക്കുകയാണ്. പാർട്ടി പിളരില്ലോ എന്ന് പറയാൻ ഞാൻ ആളല്ല. അങ്ങനെ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഈ അരമന രഹസ്യം ഇപ്പോൾ അങ്ങാടിപ്പാട്ടായിരിക്കും എന്നുള്ളതാണ് ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം.
ഇത് പറഞ്ഞിട്ട് നമ്മൾ കേരളത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ശ്രീ കെ മുരളീധരനും അദ്ദേഹത്തിൻ്റെ സഹോദരി പത്മജ വേണുഗോപാലും തമ്മിൽ ദീർഘകാലം ഉണ്ടായിരുന്ന ഈ കുടുംബ വഴക്കാണ്. കരുണാകരൻ അധികാരത്തിലുള്ള സമയത്ത് തന്നെ ഇവർ തമ്മിലുള്ള സ്പർദ്ധ ഒരു വലിയ ചർച്ചാ വിഷയമായിരുന്നു. കരുണാകരൻ്റെ മരണശേഷം അവർ താൽക്കാലികമായിട്ട് ഒന്ന് ഒത്തീർപ്പായെങ്കിലും അത് പിന്നെയും പല ഘട്ടത്തിൽ പല തലത്തിൽ പൊട്ടിയൊലിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അവസാനം കെ മുരളീധരൻ കോൺഗ്രസ്സിൽ തിരിച്ചു വരാൻ നടത്തിയ ശ്രമവും അന്ന് പത്മജ എടുത്ത നിലപാടൊക്കെ നമുക്കറിയാം. കെ മുരളീധരൻ തിരിച്ചു വന്നതിന് ശേഷം പത്മജ BJPയിലേക്ക് പോന്നു. അതിനെ മുരളീധരൻ പരസ്യമായിട്ട് തള്ളിപ്പറയുന്നു. ഒക്കെ കണ്ടതാണ്. ഇപ്പോൾ രണ്ടുപേരും രണ്ട് പാർട്ടിയിലാണ്. അത്ര സമാധാനം. ഇപ്പോൾ അത് മറ്റൊരു തരത്തിൽ ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിലും അരങ്ങേറാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അധികം പേരും പറയാൻ ഇഷ്ടപ്പെടുന്നില്ല, കേൾക്കാനും താല്പര്യപ്പെടുന്നില്ല. എങ്കിലും ഇത് സത്യമായിട്ട് നിലനിൽക്കുകയാണ്. ഉമ്മൻചാണ്ടി മരിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശിയായിട്ട് ചാണ്ടി ഉമ്മൻ വരണം എന്നുള്ളതായിരുന്നു പൊതുവേ ഉണ്ടായിരുന്ന അഭിപ്രായം. ഈ സിറിയൻ ക്രിസ്ത്യൻ കുടുംബങ്ങളിലൊക്കെ മകന് ഉള്ള പ്രാധാന്യം ഒരിക്കലും മകൾക്കുണ്ടാവുകയില്ല നമുക്കറിയാം. കാര്യം മേരി റോയുടെ കേസിൽ വിധിയൊക്കെ ഉണ്ടായി. എങ്കിൽ പോലും ഈ മകനും മകളും ഒരുപോലെ അല്ല പരിഗണിക്കപ്പെടുക. അപ്പോൾ സ്വാഭാവികമായിട്ടും മകൻ വരട്ടെ. പിന്നെ പുള്ളിയാണെങ്കിൽ കല്യാണം കഴിച്ചിട്ടില്ല, പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു കുടുംബ ബിസിനസ്സായിട്ട് അല്ലെങ്കിൽ കുലത്തൊഴിലായിട്ട് സ്വീകരിക്കാവുന്ന ഒരു കാര്യവുമാണ്. അപ്പോൾ മകൻ തന്നെ വരട്ടെ. കോൺഗ്രസ് നേതാക്കളും അതിന് താല്പര്യപ്പെട്ടു. അദ്ദേഹം പുതുപ്പള്ളിയിൽ മത്സരിച്ചു, 35,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. പക്ഷേ കോൺഗ്രസ് നേതൃത്വത്തെയും പ്രവർത്തകരെയും നാട്ടുകാരെയൊക്കെ മൊത്തത്തിൽ നിരാശപ്പെടുത്തുന്ന ഒരു പ്രവർത്തനമാണ്. അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ മകൻ എന്ന മേൽവിലാസത്തിനപ്പുറത്ത് ചാണ്ടിക്കൊന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു പരിഭവം അല്ലെങ്കിൽ ഒരു പരാതി പൊതുവേ ഉണ്ട്. നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയത്ത് ഒരു ഇദ്ദേഹം വിദേശ പര്യടനത്തിന് പോകുന്നു എന്നൊക്കെ നേതാക്കന്മാർക്ക് പരാതിയുണ്ട്. അദ്ദേഹം പദയാത്രകളൊക്കെ നടത്തുന്നുണ്ട്, ജനങ്ങളുടെ ഇടയിൽ പ്രിയങ്കരനാണ്, അതൊക്കെ ശരിയാണ്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ചാണ്ടി ഉമ്മൻ നന്നായിട്ട് പ്രവർത്തിച്ചു, അദ്ദേഹത്തിൻ്റേതായ രീതിയിൽ പ്രവർത്തിച്ചു എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു MLA എന്നുള്ള നിലയ്ക്കൊന്നും അദ്ദേഹത്തിന് ശോഭിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു സത്യമാണ്. അതേ സമയത്ത് തന്നെ മകൾ അച്ചു ഉമ്മൻ രാഷ്ട്രീയത്തിൽ വരണമെന്ന് ആഗ്രഹിച്ചിരുന്ന കുറേ ആളുകളുണ്ട്. നമ്മുടെ സഞ്ജയ് ഗാന്ധി മരിച്ചപ്പോൾ മേനകാ ഗാന്ധി വരണം എന്ന് താല്പര്യപ്പെട്ട കുറേ ആളുകളുണ്ടായിരുന്ന പോലെ, അല്ലെങ്കിൽ പത്മജ വേണുഗോപാൽ വരണം കരുണാകരൻ്റെ പിൻഗാമിയായിട്ട് എന്ന് ആഗ്രഹിച്ച ആളുകളുണ്ടായിരുന്ന പോലെ, ഇപ്പോൾ അച്ചു ഉമ്മൻ വരണം എന്ന് താല്പര്യപ്പെട്ടവരും ഉണ്ട്, താല്പര്യപ്പെടുന്നവരുണ്ട്. പക്ഷേ അച്ചു ഉമ്മൻ രാഷ്ട്രീയത്തിൽ വരാൻ താല്പര്യമുള്ളവർ അല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ചെങ്ങന്നൂർ സീറ്റിൽ അച്ചു ഉമ്മൻ്റെ പേര് മനോരമ തന്നെ പ്രപ്പോസ് ചെയ്തു എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തി. കാരണം പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ, ചെങ്ങന്നൂർ അച്ചു ഉമ്മൻ, ഇനിയിപ്പോൾ ആറന്മുളയിൽ മറിയ ഉമ്മൻ കൂടി മത്സരിച്ചാൽ കുടുംബയോഗം പൂർത്തിയായി. പിന്നെ കേരള നിയമസഭയെ നമുക്ക് വേണമെങ്കിൽ കണ്ടത്തിൽ കുടുംബയോഗം എന്ന് വേണമെങ്കിൽ പുനർനാമകരണം ചെയ്യാം, മനോരമയുടെ താല്പര്യം അനുസരിച്ചാണെങ്കിൽ. എനിക്കറിഞ്ഞൂടാ. ഇപ്പോൾ കേൾക്കുന്ന മറിയ ഉമ്മൻ മത്സരിക്കാൻ സന്നദ്ധയായിട്ട് നിൽക്കുകയാണ്. ചാണ്ടി മാറുന്ന പക്ഷം പുതുപ്പള്ളിയിൽ തന്നെ മാറ്റിവയ്ക്കാൻ അവർ തയ്യാറാണ്. ഇനി മറിയാമ്മ ചേർത്തി കൂടി മത്സരിച്ചാൽ കേരളീയരായ നമ്മളൊക്കെ കൃതാർത്ഥരായിരിക്കും. ഈ കുടുംബ രാഷ്ട്രീയത്തെ ഏറ്റവും ശക്തമായിട്ട് എതിർത്ത ഒരാളാണ് ഉമ്മൻചാണ്ടി. കരുണാകരൻ മകനെ കൊടുത്തപ്പോൾ ഇയാളെ കിങ്ങിണിക്കുട്ടൻ എന്ന് വിളിച്ച് പരിഹസിച്ചത് ഈ കോൺഗ്രസിലെ ഗ്രൂപ്പുകാരായിരുന്നു. ഉമ്മൻചാണ്ടി അടക്കമുള്ള ആദർശശാലികളാണ്. ഇപ്പോഴത്തെ സ്ഥിതി ഒന്ന് ആലോചിച്ചു. മകനും മകളും തമ്മിൽ ഫൈറ്റാണ്. ഇനി ആച്ചു ഉമ്മനോ മറിയ ഉമ്മനോ മത്സരിക്കുകയാണെങ്കിൽ ഞാൻ മത്സരിക്കില്ല എന്ന് പറഞ്ഞ് ഒരു കോലെടുത്ത് വട്ടം ഓടിച്ചിരിക്കുകയാണ് ചാണ്ടി ഉമ്മൻ. കാരണം ചാണ്ടിക്ക് ഇഷ്ടമല്ല സഹോദരിമാരാരെങ്കിലും രാഷ്ട്രീയത്തിൽ വരുന്നത്. അപ്പോൾ ഇങ്ങനെ വളരെ കൗതുകകരമായ രസകരമായ പല കാഴ്ചകളും നമ്മളിപ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമേ അല്ല. മറ്റ് പല നേതാക്കന്മാരുടെയും മക്കൾ മേക്കപ്പ് പൂർത്തിയാക്കി റോസ് പൗഡർ ഇട്ട് നിൽക്കുകയാണ് അരങ്ങത്തേക്ക് കയറാനിട്ട് അവസരം കാത്ത്. അപ്പോൾ ഇതുപോലുള്ള പല തമാശകളും UDF ആണ് ജയിക്കുന്നതെങ്കിൽ നമ്മൾ ഇനിയും കാണാനിരിക്കുന്നു എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ പറയാനുള്ളൂ. ഏതായാലും മറിയ ഉമ്മനും അച്ചു ഉമ്മനും ആരും മടിച്ചു നിൽക്കേണ്ടതില്ല. ഇനി സഹോദരിമാർ വരുന്നു എന്ന് കരുതി ചാണ്ടി ഉമ്മൻ രാഷ്ട്രീയത്തിൽ നിന്ന് പോവുകയും ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ രാഷ്ട്രീയം കളറാവുകയുള്ളൂ. അതുകൊണ്ട് ഇനിയും കൂടുതൽ കളറാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി കാത്തിരിക്കും.